ചാരിറ്റി വിത്ത് ക്ലാരിറ്റിയുടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വലിയ ലോഞ്ച് സീൻ അങ്ങനെയൊക്കെ എന്ന് പറയുന്ന സാധനം നമുക്ക് നടത്താൻ പറ്റുന്ന സാമ്പത്തിക വ്യവസ്ഥയുള്ള ഇല്ലാത്ത ഒരു ആളുകളായി പോയത് കൊണ്ടും, പിന്നെ മീഡിയ എല്ലാം കൂടെ നമ്മൾ ഒരുപാട് പ്രൊമോട്ട് ചെയ്ത് സഹായിക്കുന്ന തരത്തിലുള്ള ആളുകളായി പോയത് കൊണ്ടും, പിന്നെ ഈ സമൂഹത്തിലെ മൊത്തം ജനങ്ങൾ വളരെയധികം എന്നോട് സഹകരിക്കുന്നവരായതുകൊണ്ടും, ചാരിറ്റബിൾ ട്രസ്റ്റിൽ ഇങ്ങനെ ഒരു തട്ടിപ്പുകൾ നടന്ന് അതിന്റെ തട്ടിപ്പുകളൊക്കെ കൂടി ചാരിറ്റി എന്ന് പറഞ്ഞൊരു സംവിധാനത്തിൽ തന്നെ വെറുത്തോണ്ടിരുന്ന സമയത്ത് ട്രാൻസ്പെറന്റ് ആയിട്ട് ഫണ്ട് മാനേജ് ചെയ്താൽ, അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിലെ ഫണ്ട് റേസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് ട്രാൻസ്പെറന്റ് ആക്കിയാൽ ഈ തട്ടിപ്പെല്ലാം നിൽക്കും. ആർക്കും വെട്ടിക്കാനും തട്ടിക്കാനും പറ്റത്തില്ല. കൂടുതൽ എന്താ പറയുക, ആളുകൾക്ക് ചാരിറ്റി ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാവും. പേഷ്യൻസിന്, അതായത് ഈ വയ്യാതിരിക്കുന്ന ആൾക്കാർക്കോ സഹായം എടുക്കുന്ന ആളുകൾക്ക് അതിന്റെ എന്താ പറയണ്ട മാക്സിമം, അതായത് വേറെ അതിനകത്ത് ഇടപെട്ട് കട്ട് മുടിച്ച് 100 രൂപ കിട്ടിയാൽ 50 രൂപ പോലും ഇവർക്ക് കിട്ടാത്ത അവസ്ഥ, അതിനൊക്കെ നമുക്ക് സൊല്യൂഷൻ കണ്ടെത്തുന്ന രീതിയിലാണ് ഈ ചാരിറ്റബിൾ ട്രസ്റ്റുകൾ ട്രാൻസ്പെറന്റ് ആക്കാന്ന് വിചാരിച്ചിട്ട് ട്രാൻസ്പെറന്റ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ആദ്യം വെബ്സൈറ്റ് ചെയ്തു, പിന്നെ നിർത്തി, ഇപ്പൊ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആപ്പ് വരുന്നത്. അല്ലെങ്കിൽ ട്രാൻസ്പെറന്റ് ഫണ്ട് റൈസിംഗ് ആൻഡ് ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം എന്ന സാധനം ഇല്ല. അതും ഗവൺമെന്റ്, NGO, റിലീജിയസ് ഓർഗനൈസേഷൻസ് ആൻഡ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് എല്ലാവരും പബ്ലിക്കിന്റെ ഫണ്ട് എടുക്കുന്നവരെല്ലാം ട്രാൻസ്പെറന്റ് ആകണം എന്ന് ഇതുവരെ ആരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. ഈ കഴിഞ്ഞ ഇലക്ഷന്, അസംബ്ലി ഇലക്ഷന്, ഞാനിവിടെ കാൻഡിഡേറ്റ് ആയിട്ട് പോയി നോമിനേഷൻ കിട്ടി. ഞാൻ ഇതിനെ എന്താ പറയുക, മീഡിയ ത്രൂ അറിയിക്കുകയൊക്കെ ചെയ്തു. ട്രാൻസ്പെറന്റ് ഗവർണൻസ്, അതായത് യുവർ ഗവൺമെന്റ് ഓൺ യുവർ ഫിംഗർ ടിപ്പ് എന്നൊക്കെ പറഞ്ഞ പോലത്തെ കൺസെപ്റ്റ് അത് നടത്തിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് സിസ്റ്റം ഇതൊക്കെ ഞാൻ ഇവിടുന്ന് പറയുന്നത് മാത്രമല്ല, ചെയ്തും കാണിക്കുന്നുണ്ട്. ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം. പ്ലേ സ്റ്റോറിൽ ആപ്പ് കിടപ്പുണ്ട്, ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്നാണ്. അത് ഈ സ്ക്രീനിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ആ കാണിക്കുന്നവർക്ക് തപ്പിക്കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഈ ഫണ്ട് മാനേജ്മെന്റ് സിസ്റ്റം നിങ്ങൾ ഓരോരുത്തരും അറിഞ്ഞിരിക്കണം, മനസ്സിലാക്കി വെക്കണം. ഇപ്പൊ ഡൊണേഷൻ ചെയ്യുകയില്ലോ എന്നുള്ള രണ്ടാമത്തെ കേസാണ്. മാക്സിമം സപ്പോർട്ട് ചെയ്താൽ ഈ സിസ്റ്റം ഡെവലപ്പ് ആവും. അങ്ങനെ ചാരിറ്റി തട്ടിപ്പ് മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ നാട്ടിലുള്ള എന്തെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന സ്ഥാപനങ്ങളായിട്ട് പബ്ലിക് ഫണ്ട് എടുത്ത് നടത്തുന്ന ആരെ വേണേലും നമുക്ക് ഈ സാധനം വഴി കറക്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? ഇപ്പൊ ഗവൺമെന്റിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഗവൺമെന്റിൽ കറപ്ഷൻ ഒരുപാടുണ്ടെന്നുള്ളത് എല്ലാ ഭരണം മാറുമ്പോഴും ഓരോ പുതിയ തരം കറപ്ഷൻസിനെ പറ്റി നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എങ്ങനെ കറക്റ്റ് ചെയ്യണമെന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഒക്കെ സപ്പോർട്ട് ചെയ്താൽ, ഇതിനകത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ നിങ്ങൾ വിചാരിക്കണ്ട. ഒരിക്കലും നിങ്ങൾ ആരും എന്നെ സപ്പോർട്ട് ചെയ്യണ്ട. ഇതിനകത്ത് മോഹൻലാലിനോട് താല്പര്യമുള്ളവർക്ക് എന്നോട് വിരോധം ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങളെല്ലാം പൈസ പൊക്കോണ്ടിരിക്കുകയാണ്, സമാധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സഹായം നിഷേധിക്കപ്പെടുന്നുണ്ട്, പലതരത്തിലും തട്ടിപ്പിലും വെട്ടിപ്പിലും പെട്ട് ഒരുപാട് പേരുടെ ജീവിതം തന്നെ കുട്ടിച്ചോറാക്കുന്നുണ്ട്. ഈ തട്ടിപ്പുകാർ വളരെ കുറച്ചേ ഉള്ളൂ. ഒരുപാട് പേര്, എല്ലാവരും ഒന്ന് തട്ടിപ്പുകാരൊന്നുമില്ല. എല്ലാവരും തട്ടിക്കും വെട്ടിക്കും ഒക്കെ എല്ലാവർക്കിടയിലും ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും ഒരു നാട് നശിപ്പിക്കുന്ന രീതിയിലത്തെ തട്ടിപ്പുകൾ നമുക്ക് ഒഴിവാക്കാന്നാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഇപ്പോൾ കുഞ്ഞു തട്ടിപ്പുകളൊന്നും പിടിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. അതൊക്കെ സ്വാഭാവികമായിട്ട് നന്നായി പോകും ഇവർ നന്നായാൽ. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ മെയിൻ തട്ടിപ്പുകൾ നിർത്താൻ പറ്റുന്ന ടൈപ്പ് സിസ്റ്റംസിലൂടെ നടക്കും. അത് നമ്മളിപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്, ഒരു വ്യവസ്ഥ ഉണ്ടാക്കുകയാണ്. മനസ്സിലായില്ലേ? അതായത് ഒരാളൊരു പൈസ ഇട്ടു, ഒരാൾക്ക് വേണ്ടി ഇന്നൊരാളെ കാണിച്ചിട്ടുണ്ട്, ഇയാൾക്ക് വയ്യ. അപ്പൊ ഇയാൾ പറയുന്നു ഇയാൾക്ക് 100 രൂപ വേണം, എൻ്റെ 2 രൂപ 50 രൂപ ഉണ്ട്, ഞാൻ 50 രൂപ കൊടുക്കുന്നു. ഇയാളെ അത് കിട്ടുന്നില്ല. ഇവിടെ നടുക്കിരിക്കുന്ന ഞാൻ ഇരുന്നുകൊണ്ട് പിന്നെ കാർ മേടിക്കുന്നു, ബംഗ്ലാവ് പണിയുന്നു, അതിന് ഇയാൾക്ക് ഒരു 10 രൂപ കൊടുക്കുന്നു. ഇവിടുന്ന് 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ കൊടുക്കുന്നു. അങ്ങനെ 1000 പേര് സഹായിച്ചാൽ ചിലപ്പോൾ ഇയാൾക്ക് 100 രൂപ കിട്ടത്തുള്ളൂ. അതേസമയം 10 പേര് സഹായിച്ചപ്പോൾ ഇയാളുടെ 100 രൂപ കിട്ടി, ഇയാളങ്ങ് പോയിരുന്ന ഇതുപോലത്തെ ഒരു 1000 പേരെ സഹായിക്കാൻ പറ്റുന്ന തുകയാണ് പോയിരിക്കുന്നത്. മനസ്സിലിപ്പോൾ ഗവൺമെന്റ് തട്ടിപ്പ് നടത്തുന്നു, വെട്ടിപ്പണത്തുന്നു. ഈ നമ്മളെല്ലാവരും അധ്വാനിക്കുന്ന പൈസ എന്നുള്ള ഷെയറാണ് ഈ ഡെവലപ്മെന്റ്. ആ ഡെവലപ്മെന്റിൽ നിന്നുള്ള പൈസ വെട്ടിച്ചും തട്ടിച്ചും കുറെ ആളുകൾ കോടീശ്വരന്മാരാകുന്നു. എന്നിട്ട് ഇതിനെ പിടിക്കാൻ നടക്കുന്നു. എന്തിന്? ഇതിന്റെയൊക്കെ ആവശ്യം എന്താണ്? ഈ പറഞ്ഞ ചാരിറ്റി തട്ടിപ്പുകാരെ പിടിക്കാൻ നടക്കേണ്ട ആവശ്യം എന്താണ്? ഈ തട്ടിപ്പ് നടത്താനുള്ള അവസരം ഇല്ലാതാക്കിയ പോരെ? ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റി എന്ന വെബ്സൈറ്റ് എല്ലാ ചാരിറ്റബിൾ ട്രസ്റ്റും NGOസും മാൻഡേറ്ററി ആയിട്ട് ഉപയോഗിക്കണം, ഇല്ലെങ്കിൽ ഇനി ഇവിടെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല എന്ന് ഗവൺമെന്റ് അത് ഇംപ്ലിമെന്റ് ചെയ്ത്, അത് ഫോഴ്സ്ഫുള്ളി ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമുള്ളത്. പക്ഷെ ആര് പറയാനാ? ആരും ചെയ്യാൻ? ഇവർ നമ്മൾ മാത്രം ഈ ചാരിറ്റി വിത്ത് ക്ലാരിറ്റിന്നും മറ്റേ ട്രാൻസ്പെറൻസിന്നും കണക്ക് കാണിക്കാൻ ബുദ്ധിമുട്ടുന്നു, വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യുന്നു, ടെസ്റ്റ് ഇങ്ങനെ എൻട്രി നടത്തുന്നു, ബില്ല് കൊണ്ടുവന്ന് പ്രസന്റ് ചെയ്യുന്നു, പേഷ്യന്റ് അടുത്ത് പോയി ഇടക്കിടയ്ക്ക് മറ്റേ അപ്ഡേറ്റ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നു, അവരുടെ സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് ഒപ്പിടിച്ച് മേടിച്ചുകൊണ്ടിരിക്കുന്നു, വാർഡ് കൗൺസിലർ ഇടപെടുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇതെല്ലാം ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് മാത്രമേ ഉള്ളൂ. ഞാനപ്പോൾ ആലോചിച്ച് വേറെ ആരും ഒന്നും ചെയ്യണ്ട. പക്ഷേ ഇത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെയ്ത് നാളെ ഇവിടെ പലർക്കും ഡൊണേഷൻ കിട്ടാണ്ടാകുമെന്ന് പറഞ്ഞാൽ പാവങ്ങൾക്ക് സഹായം കിട്ടാതാകത്തില്ല. മറ്റുള്ള ട്രസ്റ്റുകളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ 1000 രൂപ കൊടുത്താൽ ചിലപ്പോൾ അവർക്ക് സഹായിക്കാൻ പറ്റുന്നവരുടെ എണ്ണം 5 ആണെങ്കിൽ ഇവിടെ 1000 രൂപ എന്നാൽ ചിലപ്പോൾ ആ സഹായിക്കാൻ പറ്റുന്നവരുടെ എണ്ണം ചിലപ്പോൾ 50 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? 1 രൂപ പെട്ടാതെയും തട്ടാതെയും ഈ കൊടുക്കുന്ന പൈസ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്ത് നോക്കുക, കൂടുതൽ പേർക്ക് സഹായം എത്തും. അതുപോലെ തന്നെ നിങ്ങളുടെ പൈസ വേറെ ആൾ മിസ്യൂസ് ചെയ്യുന്നില്ല, ലക്ഷറി ആക്കി ഉപയോഗിക്കുന്നില്ല, കറക്റ്റായിട്ട് കൊണ്ടു കൊടുക്കുന്നു. ഈവൻ ചാരിറ്റി ലക്ഷറി ആക്കാൻ പാടില്ലാത്ത സാധനമാണ്. ഈ പറഞ്ഞ പേഷ്യൻസിനെ വരെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്തുകൊണ്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു പേഷ്യന്റ് എന്ന് പറയുന്ന ഒരു പലരും കള്ള പേഷ്യൻസ് വന്നു, എന്നിട്ട് അവർക്ക് വേണ്ടി നിങ്ങൾ പൈസ ചെലവാക്കി, അവരെ കണ്ടെത്താൻ പറ്റിയില്ല, അവർ കാശ് അടിച്ചുകൊണ്ട് പോയി പലരും. പിന്നെ ഓവറായിട്ട് ഒരാളുടെ പേര് പൈസ വരത്തില്ല, ട്രസ്റ്റിൽ തന്നെയാണല്ലോ പൈസ വരുന്നത്. അത് 5 ലക്ഷം രൂപയാണ്, 5 ലക്ഷത്തിൽ അത് അവിടെ സ്റ്റോപ്പ് ആവും. നിങ്ങൾ കൊടുക്കുന്ന ആൾക്ക് തന്നെയാണ് ഇടുന്നത്. അല്ല ചാരിറ്റബിൾ ട്രസ്റ്റിന് കുറെ പൈസ വന്നിട്ട് ആർക്കെങ്കിലും കൊടുത്തു, അങ്ങനെയല്ല. നിങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിൽ പേഷ്യന്റിനെ സഹായിക്കാനാണ്, അതും ഇന്ന പേഷ്യന്റിനെ സഹായിക്കാനാണ് പൈസ കൊടുക്കുന്നതെങ്കിൽ അത് കൃത്യമായിട്ട് അവരുടെ തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ എഡ്യൂക്കേഷൻ, കുട്ടികളുടെ പഠനത്തിനാണ് നിങ്ങൾ പൈസ കൊടുക്കുന്നതെങ്കിൽ ഏത് കുട്ടിക്കാണ് കൊടുക്കുന്നത് അതവിടെ നടക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോ അത്ര കൃത്യമായിട്ട് പേഷ്യൻസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ എന്തൊരു അത് കുഴപ്പമില്ല. സ്റ്റോപ്പ് ആയില്ലല്ലോ റെക്കോർഡിങ്. അതെങ്ങനെ? അത് കുഴപ്പമില്ല. എന്നാ ഓണാക്ക്.
അപ്പൊ ഈ പേഷ്യൻസ് തട്ടിക്കരുത്, ഇടയ്ക്ക് നിൽക്കുന്നവർ തട്ടിക്കരുത്, അതുപോലെ തന്നെ ഈ സിസ്റ്റത്തിൽ നിന്ന് തട്ടൽ നടക്കരുത്. ഈ ടോട്ടൽ സൊല്യൂഷൻ ആണ്, മനസ്സിലായി, പെർമനന്റ് സൊല്യൂഷൻ ആണ് ട്രാൻസ്പെറൻസി. പബ്ലിക് ഫണ്ട് ഉപയോഗിക്കുന്ന ഏത് സ്ഥാപനത്തിൽ നിന്നും വെട്ടിപ്പും തട്ടിപ്പും നിർത്താനുള്ള പെർമനന്റ് സൊല്യൂഷൻസ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? അല്ലാതെ ഇന്ന് കണ്ടു അവനെ പിടിക്കാൻ പോയി, എന്നിട്ട് അവനെ പിടിക്കാൻ പോയാൽ അതിലും വലിയ കട്ടോണ്ടി കൂടി പോയി, പിന്നെ ഇവരെ പിടിക്കാൻ വേറൊരു കൂട്ടർ വരുന്നത്. എന്തിനെ ആവശ്യം എന്തുവാ? വെട്ടിക്കലും തട്ടിക്കലും ഉടായ്പും നടക്കാതിരിക്കാനുള്ള രീതിയിൽ സിസ്റ്റം ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും പറയത്തില്ലേ, സൂപ്പർ മാർക്കറ്റിൽ CCTVയും ആ സെൻസറും വന്നപ്പോൾ പ്രശ്നങ്ങളാണ് തീർന്നത്. കള്ളന്മാരുണ്ടാവും, അവർ മോഷണ ശ്രമം നടത്തും, പക്ഷെ അവർ അപ്പം തന്നെ പിടിക്കപ്പെടും. അപ്പം തന്നെ പിടിക്കപ്പെട്ടാലുള്ള ഗുണമെന്ന് പറഞ്ഞാൽ പോലീസ് അന്വേഷിക്കേണ്ട, ഈ സാധനം പോയി പിന്നെ കാണാതെ സൂപ്പർ മാർക്കറ്റ് മുതലാളി കുത്തോളം എടുക്കത്തില്ല. കാരണം അയാളുടെ അസറ്റ് അവിടെ തന്നെ തിരിച്ചു കിട്ടി, അയാളുടെ സാധനങ്ങളെല്ലാം അവിടെ തന്നെ പിടിച്ച് അകത്ത് വെച്ചു. ഇയാൾക്ക് മോഷണ ടെൻഡൻസികളാണെന്ന് മനസ്സിലായി, അയാൾക്ക് മാനസിക രോഗമാണെന്ന് മനസ്സിലായി, അയാൾക്ക് ചികിത്സ കൊടുക്കാനുള്ള അറേഞ്ച്മെന്റ്സ് പോലീസ് പിടിച്ചുകൊണ്ട് പോയി ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഇയാൾ അടുത്ത പ്രാവശ്യം ഇവിടെ വന്നാലും മോഷണ ശ്രമം നടത്തുന്നില്ല. അങ്ങനെയാണ് ഇത് കറക്റ്റ് ചെയ്യുന്നത്. അല്ലാതെ കുറെ പേരെ കൊണ്ട് ജയിലിലിട്ടു, കുറെ പേരെ കൊണ്ട് പീഡിപ്പിച്ചു, കുറെ പേരെ ഇടിച്ചു, കുറെ പേരെ തല്ലി, അങ്ങനെ ഇതിന് സൊല്യൂഷൻ ഉണ്ടാകത്തില്ല. അതൊക്കെ പഴഞ്ച മണ്ടത്തരങ്ങളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഇനിയും നിങ്ങൾ ഇതൊന്നും മനസ്സിലാകാത്ത രീതിയിൽ കേരളത്തിൽ കിടന്ന് വീണ്ടും കളഞ്ഞ പോലീസും കളിച്ചുകൊണ്ടിരിക്കുന്നത് ഭയങ്കര മണ്ടത്തരമാണ്. ഞാൻ പറഞ്ഞില്ലേ, ചാരിറ്റബിൾ ട്രസ്റ്റുകാരെ വിശ്വസിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം കൂടുതൽ പേരും തട്ടിപ്പും വെട്ടിപ്പും നടത്തുന്ന കാര്യം എല്ലാവർക്കും അറിയാം. ഇവിടെയുള്ള പല സംഘടനകളും തട്ടിപ്പുകാരും വെട്ടിപ്പുകാരും തന്നെയാണ്. പിന്നെ ഓടിച്ചിട്ട് പിടിക്കുന്നില്ല, അതുകൊണ്ട് അവർ പിന്നെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓരോരുത്തരും ഓരോ വ്യക്തികൾ കാശുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കാണുന്നത്. ഇവിടെ നിങ്ങൾ ഞാൻ ഈ പറയുന്നതിന് എന്നെ ഒന്നും വിശ്വസിച്ച് എൻ്റെ ഒന്നും പൈസ തരണം. നിങ്ങൾ എൻ്റെ പൈസ തരണ്ട. നിങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റാണ് പൈസ കൊടുക്കുന്നത്. ആ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രത്യേകതയാണ് ട്രാൻസ്പെറന്റ് ആയിട്ട് പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഏത് സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഓഡിറ്റ് ചെയ്യാം. നിങ്ങൾ ഡൊണേറ്റ് ചെയ്യുന്നവർക്ക് ഓഡിറ്റ് ചെയ്യാം, കണ്ടിരിക്കുന്നവർക്ക് എല്ലാവർക്കും ഓഡിറ്റ് ചെയ്യാം. ലോകത്തിന്റെ ഏത് മൂലയ്ക്കിരുന്നു ഏത് സമയത്ത് വേണമെങ്കിലും ലോകത്തുള്ള മുഴുവൻ 7 കോടി ജനങ്ങളുണ്ടെങ്കിൽ അത്രയും പേർക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുന്ന വെബ്സൈറ്റ് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് ഇനി ഞാൻ ഉടായ്പാണ്, ഞാൻ ശരിയല്ല, ഞാൻ അത് വിശ്വാസിയല്ല, ഞാൻ മോഹൻലാലിന് എന്താ പറഞ്ഞു, ഇങ്ങനെയൊന്നും പറഞ്ഞാൽ ഇനി എതിർക്കാൻ നിൽക്കണ്ട. കാരണം ഇത് എന്റെ തലയിൽ നിൽക്കുന്ന സാധനമോ എന്റെ കയ്യിൽ ഇരിക്കുന്ന സാധനമല്ല. ഇത് പബ്ലിക്കിന് ഓഡിറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ പബ്ലിക്കിന്റെ തന്നെ പ്രോപ്പർട്ടി ആയിട്ട് മനസ്സിലാക്കണം നിങ്ങൾ. ഇത് എന്റെ പ്രോപ്പർട്ടിയോ എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കാനോ പറ്റുന്ന ടൈപ്പ് ഒരു സംവിധാനമല്ല. ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും തന്നെയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. അത് ഈ പറഞ്ഞ രീതിയിൽ എല്ലാവരെയും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തുടക്കത്തിൽ പറ്റത്തില്ല. പക്ഷേ കുറെ കഴിഞ്ഞാൽ ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല. ഏത് സഹായം ആവശ്യപ്പെട്ടാലും നടത്തിയെടുക്കാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റായി മാറും ഇത്, അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് മാറും. ഇതിനകത്ത് ഇപ്പോൾ ഉള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഫണ്ട് റൈസിംഗ് ആൻഡ് ഫണ്ട് ട്രാൻസ്പെറന്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ ബ്ലഡ് ഡൊണേഷൻ, നിങ്ങൾക്ക് ബ്ലഡ് ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് രജിസ്ട്രേഷൻ കൂടിയല്ല. ആപ്പിൽ ഒരു 1 ലക്ഷം പേർക്ക് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 5 ലക്ഷം പേര് രജിസ്റ്റർ ചെയ്ത് കയറുക. ബ്ലഡ് ഗ്രൂപ്പ് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ പിൻകോഡ് അടിക്കുക, നിങ്ങളുടെ ലൊക്കാലിറ്റി മനസ്സിലാക്കുന്നു. ആ പ്രദേശത്ത് എത്രയോ കിലോമീറ്ററിനകത്തൊക്കെയുള്ള ആശുപത്രികളിൽ നിന്നൊക്കെ ബ്ലഡ് ഡൊണേഷൻ റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ, ബ്ലഡ് റിക്വസ്റ്റ് വന്നു കഴിഞ്ഞാൽ ബി പോസിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ അല്ലെങ്കിൽ ഓ പോസിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിൽ ആ ഗ്രൂപ്പുകാരെ മാത്രം വിളിച്ച് ചോദിച്ച് അവർ അറേഞ്ച് ചെയ്യുന്ന ഫെസിലിറ്റി ഓണാണ്. ഓട്ടോമേറ്റഡ് അല്ലാത്തത് തൽക്കാലം അതിനുള്ള ഒരു ചിലവാക്കാനുള്ള പൈസ ഇല്ല, ഓട്ടോമേറ്റഡ് അല്ല. പക്ഷേ കൂടുതൽ രജിസ്ട്രേഷൻ നടന്നാൽ, ബ്ലഡ് ഡോണേഴ്സ് രജിസ്റ്റർ ചെയ്താൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആവും. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് പഴയ സാധനങ്ങൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് പകരം ഏതെങ്കിലും പാവപ്പെട്ട വീട്ടിൽ അതില്ലെങ്കിൽ അത് അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, ആ അത്രയും വീടുകൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടെങ്കിൽ അവരെ അവർ രജിസ്റ്റർ ആയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും റിക്വസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് ഇടും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പഴയ സാധനങ്ങൾ കളയാനോ കൊടുക്കാനോ ഒക്കെ ആണെങ്കിൽ വെക്കാം, അതിനോടൊപ്പം ഡൊണേറ്റും ചെയ്യാം. ആരെങ്കിലും മേടിച്ചുകൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് അങ്ങ് വിട്ടോ. അതൊന്നും ഒരിക്കലും ഒരു എന്താ പറയുക, ഞാൻ അങ്ങനെ നിർബന്ധമായി കൊടുക്കണമെന്നോ അങ്ങനത്തെ പ്രാക്ടീസ് ഉണ്ടാക്കണമെന്നൊന്നും അല്ല പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും കൊടുക്കാൻ താല്പര്യമുണ്ട്, ഡൊണേറ്റ് ചെയ്യാൻ എനിക്ക് ഇന്നപോലെ ഒരു മേശ ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട്, സ്റ്റഡി ടേബിൾ ഒരു കുട്ടിക്ക് ഡൊണേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ സൈറ്റ് വഴി ഒരു ബുദ്ധിമുട്ടുള്ള വീടുകൾ നിങ്ങളുടെ പ്രദേശത്തൊക്കെ തന്നെ കാണും. അപ്പോൾ അവരെല്ലാം നേരത്തെ കണ്ടെത്തി വെച്ചിട്ടുണ്ടാവും. ഇതിന് ഭാവിയാണ് ഞാൻ പറഞ്ഞത്, ഇന്ന് ഒരിക്കലും ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ട് ഒന്നും കാണത്തൊന്നുമില്ല. പിന്നീട് അങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സൈറ്റ് ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ഇതിന്റെ പരിപാടികൾ ഇങ്ങനെയായിരിക്കും നടത്താൻ പോകുന്നത്. പിന്നെ ഇവന്റ്സ് നടത്താൻ പ്ലാൻ ഉണ്ട്. ഇവന്റ്സ് വഴി നമ്മൾ ഫണ്ട് റൈസിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവന്റ്സിൽ ലാഭം ഉണ്ടാക്കും, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതികൾ എന്ത് ടൈപ്പ് പരിപാടി ചെയ്തിട്ടാണെങ്കിലും അതിന്റെ പ്രോഫിറ്റോ അല്ലെങ്കിൽ എന്ത് സാധനം ബെനിഫിറ്റ്സോ എന്തുണ്ടെങ്കിലും അത് 100% ചാറ്റിലോട്ട് ഡൈവേർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഈ ആപ്പിന്റെ ഉദ്ദേശം അതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ ആപ്പ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കൂടുതൽ പേര് അറിയിക്കുക, മാക്സിമം ആളുകളെ കൊണ്ട് ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ ഡൊണേഷൻ എന്ന് പറഞ്ഞ ശീലം ഉള്ളവർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യാനും അത് വൃത്തിക്ക് നടത്തിക്കൊണ്ട് പോകാനും പറ്റുന്ന രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. തട്ടിപ്പും വെട്ടിപ്പും നമ്മൾ ഇല്ലാണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാക്സിമം എഫിഷ്യന്റ് ആയിട്ടും പറഞ്ഞ പോലെ കൃത്യമായിട്ടും ഈ പറഞ്ഞ സാധനങ്ങളോ അല്ലെങ്കിൽ പണമോ ബ്ലഡോ എന്തോ ആയിക്കോട്ടെ അതൊക്കെ ഏറ്റവും കൃത്യമായിട്ട് എത്തേണ്ടടുത്ത് എത്തുകയും അതിന്റെ മാക്സിമം ബെനിഫിറ്റ്സ് അവർക്ക് കിട്ടുകയും ചെയ്യണം എന്നുള്ള രീതിയിൽ അതിന് അത്യാവശ്യം മര്യാദയ്ക്ക് ഈ ഒരു വിഷയം പഠിച്ചിട്ട് തന്നെയായിരിക്കും പല കേസുകളും നമ്മൾ എടുക്കുന്നത്. കുട്ടികളെ പഠിപ്പിക്കുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാം പല കാര്യത്തിലും ഇതിനകത്ത് ഇടപെടാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ആപ്പിനെ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഇതിന്റെ പുറകിലൊക്കെ ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം. അത് നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണാൻ പറ്റും, ഞാൻ എന്താണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ കൂടെയുള്ള ഒരു ബാക്കിയുള്ളവർ എന്തൊക്കെയാണ് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫുൾ ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞാൽ അത് ആ ആക്ടിവിറ്റീസ്, അതായത് ഈ മറ്റേ ചാരിറ്റി റിലേറ്റഡ് ആക്ടിവിറ്റീസും അല്ലാതെ ഇതിന് വേണ്ടിയിട്ടുള്ള ഫണ്ട് റൈസിംഗ് ആക്ടിവിറ്റീസും വീഡിയോസ് എല്ലാം യൂട്യൂബിലൊക്കെ കാണാൻ പറ്റും, ഫേസ്ബുക്കിൽ കാണാൻ പറ്റും. അതും ആ ആക്ടിവിറ്റീസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ട്രാൻസ്പെറന്റ് ആയിരിക്കും. മനസ്സിലായി, മാക്സിമം ട്രാൻസ്പെറന്റ് ആയിരിക്കും. പിന്നെ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സോ പ്രശ്നങ്ങളോ ഉണ്ടായി ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി നമുക്കുണ്ട്. 100% ആൻസർ ചെയ്തിരിക്കും. അതിനകത്ത് എന്തെങ്കിലും സംശയങ്ങൾ പിന്നീട് ഉണ്ടായാൽ നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഞങ്ങൾ കള്ളന്മാരാണ്, ഞങ്ങൾ വെട്ടിച്ചു തട്ടിച്ചു ഉടായിപ്പിച്ചു. ആൻസറബിൾ അല്ലാത്ത എന്ത് കേസ് വന്നാലും വെട്ടിക്കലാണ്. അത് ഞാൻ ഇപ്പോഴേ പറയാം. എനിക്കിപ്പോൾ എന്നോട് ഒരാൾ 1000 രൂപ ഡൊണേറ്റ് ചെയ്തിട്ട് കണ്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ട് ബാങ്കിന്റെ അക്കൗണ്ടിലും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ബാങ്ക് അക്കൗണ്ടിൽ വന്നതിന് ശേഷം അത് ഡയറക്റ്റ് ഇവിടെ വന്നിട്ടില്ല, ആ പൈസയുടെ കണക്ക് നിങ്ങൾ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ഉറപ്പിച്ചോ അത് ആരോ വെട്ടിച്ചിട്ടുണ്ട്. ആ വെട്ടിച്ച ആൾ ഞാനാണെങ്കിൽ എന്നെ എത്ര പെട്ടെന്ന് പിടിക്കാനും പറ്റും. മനസ്സിലായോ? അതാണ് ഈ സിസ്റ്റത്തിന്റെ പ്രത്യേകത. ആരെങ്കിലും വെട്ടിച്ചാലും തട്ടിക്കാതിരിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നത്. ചിലപ്പോൾ ആരെങ്കിലും വെട്ടി ശ്രമിച്ചാൽ പോലും പെട്ടെന്ന് പിടിക്കാൻ പറ്റണം.
അതാണ് ട്രാൻസ്പെറന്റ് ആക്കി സാധനം ചെയ്തത്. അതാണ് ഞാൻ സെൻസറും CCTV വെച്ചതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ പിടിക്കുന്നത്. ആ പിടിക്കാനുള്ള സെറ്റപ്പ് വരെ ഇതിനകത്ത് അറേഞ്ച്ഡ് ആണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്ന ആൾക്കാർ, പേഷ്യന്റ്, ഒരു വാർഡ് കൗൺസിലർ, ഈ എക്സിക്യൂട്ടീവ്, ഈ പറഞ്ഞ സിസ്റ്റം, നാട്ടുകാർ മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയാണ്, നാട്ടുകാർ മുഴുവൻ ഓഡിറ്റ് ചെയ്തിരിക്കുകയാണ്, ടൈം ടു ടൈം അപ്ഡേറ്റ്സ് നമ്മൾ വന്നിരിക്കുകയാണ്, ഡൊണേറ്റ് ചെയ്ത ആൾ മോണിറ്റർ ചെയ്യുന്നു, ഈ പറഞ്ഞ പേഷ്യന്റ് മോണിറ്റർ ചെയ്യുന്നു, അത് കഴിഞ്ഞ് വാർഡ് കൗൺസിലർ കൊടുക്കുന്നു. ഇപ്പോൾ പേഷ്യന്റ് പൈസ കൊടുക്കുന്നു, ആ പൈസ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആ പേഷ്യന്റ് ഇത്ര രൂപ കൈപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റേറ്റ്മെന്റിൽ എഴുതി ഒപ്പിട്ട് തരുന്നതിനോടൊപ്പം ഈ കൗൺസിലർ എന്ന് പറഞ്ഞ ആൾ വരെ അതിനകത്ത് ഒപ്പിട്ട് വെക്കണം. പിന്നെ ഈ ട്രസ്റ്റിന്റെ ട്രഷററും ട്രസ്റ്റിയും എല്ലാം അതുപോലെ തന്നെ മാനേജ്മെന്റ് ട്രസ്റ്റിയും ഒപ്പിട്ട് ആ പേപ്പർ നമ്മൾ ഈ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണം. പിന്നെ ബില്ലുകൾ, ഈ ബില്ലിലും അതുപോലെ തന്നെ ഇത്ര സാധനങ്ങൾ മേടിച്ചു, ഈ മാസമുള്ള മരുന്നുകൾ എത്രയാണ്, എത്ര രൂപയുടെ ബഡ്ജറ്റിലാണ് ഈ പരിപാടി നടക്കുന്നത്, അവർക്ക് എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യം, അതെല്ലാം വെബ്സൈറ്റിൽ കാണിക്കും. മനസ്സിലായി? അല്ലാതെ ചുമ്മാ കിടന്നുകൊണ്ട് തോന്നിയ പോലെ ചിലവാക്കലല്ല. ചാരിറ്റി എന്ന് പറയുന്നത് കൃത്യമായിട്ട് ചിലവാക്കലാണ്. മനസ്സിലായി? ലക്ഷറി അല്ല ചാരിറ്റി. അപ്പൊ ശരി, ബൈ. ബാക്കി ഒത്തിരി പറയാനുണ്ട്, അതൊക്കെ പിന്നെ പറയാം. എപ്പോഴൊക്കെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കും.